നാളെ ബുക്കും പേനയും എടുക്കാൻ മറന്നുപോയാലും തോർത്തും മാറാനൊരു ഉടുപ്പും എടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നാളെ എല്ലാവരും വരണം. നാളെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് മഴ നനയുന്ന ദിവസമാണ്. പറയണ്ടല്ലോ അന്നാറോസിൻ്റെ സന്തോഷം. പതിവിൽ നേരത്തെ എണീറ്റു. അവൾക്ക് വേണ്ടതെല്ലാം ബാഗിൽ കൃത്യമായിട്ട് തിരികെ വെച്ചു. കുളിച്ചില്ല. മഴ നനയാൻ വേണ്ടി 100 സ്കൂളിലേക്ക് നടക്കാൻ പോകുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. മഴയെന്ന വലിയൊരു അത്ഭുതത്തെയാണ് പിള്ളേരങ്ങോട്ട് വാരി പുണരാൻ പോകുന്നത്. ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പറയണം, ഞാൻ എങ്ങനെയാണെങ്കിലും ഓടിയെത്താം. സമയം ഏകദേശം ഒരു 10:30 കാണും. ടീച്ചറിൻ്റെ ഫോൺ കോൾ. എബിനെ, നല്ലൊരു മഴക്കാർ വരുന്നുണ്ട് കേട്ടോ. ഫോൺ വെച്ചോ ടീച്ചറെ, ഞാനിതാ എത്തുന്നു, 5 മിനിറ്റ്. ചെറിയ ജലദോഷവും തുമ്മലും ചീറ്റിലുള്ള മക്കൾക്കൊക്കെ റെയിൻകോട്ടും തലേ തൊപ്പിയൊക്കെ മാതാപിതാക്കൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. ഇറങ്ങിക്കോന്ന് ടീച്ചർ പറയേണ്ട താമസം എല്ലാവരും കൂടെ ചാടി അങ്ങ് ഇറങ്ങി. സത്യം പറയാം, ഒരു കാര്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് അത് വേണ്ടത്ര രീതി ചെയ്യാൻ പറ്റാതെ പോയത് ഇവിടെ തന്നെയാണ്. കാരണം കൂടുതൽ സമയവും പിള്ളേർ എൻജോയ് ചെയ്യുന്നതും ചാടുന്നതും മറിയുന്നതും തുള്ളുന്നതും എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഞാനങ്ങ് നിന്നുപോയി. കണ്ടതുകൊണ്ട് പറയാം, മഴ അത് നനയാനുള്ളത് തന്നെയാണ്. കാരണം പ്രകൃതിയിലുള്ള എല്ലാവരും മഴ നനയുമ്പം പാവം നമ്മൾ മനുഷ്യർ മാത്രമാണ് ഇതിൻ്റെ വലിയൊരു സാധ്യത അനുഭവിക്കാതെ പോകുന്നത്. മഴയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്ന പോലല്ല വരുന്നത്. പെട്ടെന്ന് മഴ അങ്ങ് നിന്നു. മഴ ദിവസമല്ലേ, ടീച്ചർ എന്നാണേലും മുറ്റത്തെ പൈപ്പങ്ങ് ഓണാക്കി നല്ലപോലെ അങ്ങ് പിടിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ റെയിനും പിള്ളേരങ്ങ് എക്സ്പീരിയൻസ് ചെയ്തു. കൃത്യം പറഞ്ഞാൽ അരമണിക്കൂറിന് മുകളിലുണ്ടായിരുന്നു പിള്ളേർ മഴയത്ത്. ആരും അവരോട് പറഞ്ഞില്ല പനി പിടിക്കും, ജലദോഷം ഉണ്ടാവും, കയറുന്ന. അരമണിക്കൂർ കഴിഞ്ഞപ്പം എല്ലാവരെയും വരാന്തേ നേരത്തെ അങ്ങ് നിർത്തിയിട്ട് കഴുകി ക്ലാസ്സിലേക്ക് അങ്ങ് കയറ്റി. അതും കാണേണ്ട നല്ലൊരു ചടങ്ങ് തന്നെയായിരുന്നു. ഞാനൊരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണേലും എന്താണേലും ആഴ്ചയിലൊന്ന് ഒരു പീരീഡെങ്കിലും പിള്ളേരെ ഇങ്ങനെ നനയ്ക്കും. കാരണം എന്നാണെന്നറിയാമോ, ഞാൻ കണ്ടതാണ് അവരെന്തുമാത്രം സന്തോഷത്തോടെന്നറിയാമോ വെള്ളം മേത്ത് വീഴുമ്പം പൊട്ടിച്ചിരിക്കുകയും അലറി വിളിക്കുകയും ചെയ്യുന്നത്. അത്ര ഒരു സ്വാതന്ത്ര്യമായാലും മക്കളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ കളർഫുൾ ആകേണ്ടതല്ലേ ഇവരുടെയൊക്കെ ചൈൽഡ്ഹുഡ്? ടീച്ചർമാരെല്ലാം റെഡിയായിട്ട് ക്ലാസ് റൂമിലുണ്ടായിരുന്നു. ഒന്നൊന്നായിട്ട് എല്ലാവരുടെയും തല കൃത്യമായിട്ട് തോർത്തി. മഴ നനഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പ്രിയമുള്ളവരെ ഈ വീഡിയോ ലോകത്തെ ഞാൻ കാണിക്കുന്നത്. പറയട്ടെ, ആർക്കും പനി പിടിച്ചില്ല കേട്ടോ. മഴ നനഞ്ഞാൽ പനി പിടിക്കും, തലയിൽ വെള്ളം താഴും. തലയിൽ വെള്ളം താഴാൻ തലയിൽ എന്നാ മണലോ മണ്ണോ വല്ലതും ആണോ? എന്തൊക്കെയാണേലും അന്ന് തൊട്ട് ഇന്ന് വരെ അന്നാറോസിന് സ്കൂളിൽ പോകാൻ ഒരു മടിയില്ല. ഞാൻ കണ്ടതാ, എല്ലാ പിള്ളേരും എന്നാ സന്തോഷത്തോടെയാണെന്നറിയോ തുള്ളി മറിഞ്ഞത്. പിന്നെ ഈ അമ്മമാരായി കരുതുന്ന ടീച്ചർമാർ ചേർത്ത് പിടിച്ച് തല തോർത്തി കൊടുക്കുന്നതൊക്കെ മക്കൾ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്തു. ഇതൊക്കെയല്ലേ ചൈൽഡ്ഹുഡ്? ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ വിദ്യാഭ്യാസം മാറണ്ടേ? വീടായി മാറുന്ന വിദ്യാലയങ്ങളെ നിങ്ങൾക്ക് വലിയ നമസ്കാരം. വിദ്യാലയങ്ങൾ നിലനിൽക്കേണ്ടത് അവർക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടി തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.